إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن نبينا محمدا عبده ورسوله إمام المتقين وسيد الأنبياء والمرسلين صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, അല്ലാഹു തആല അവൻ്റെ വീടായ മസ്ജിദിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതും അവൻ്റെ ദീനിനെ കുറിച്ച് സംസാരിക്കുന്നതും കേൾക്കുന്നതുമൊക്കെ ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് എന്നതാണ് വിഷയം. നമുക്കറിയാം, ഇബാദത്തുകൾ പലതരത്തിലുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന നമ്മുടെ എല്ലാ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഇബാദത്ത് എന്ന് പറയും. അത് നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യുന്നതുണ്ട്, നാവ് കൊണ്ട് പറയുന്ന വാക്കുകളുണ്ട്, ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്. മനസ്സുകൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിന് വേണ്ടി അവൻ്റെ സാലിഹ്യങ്ങളായ അടിമകളോട് നമ്മുടെ മനസ്സിലുള്ള സ്നേഹം, അതുപോലെ അള്ളാഹുവിനോടുള്ള പേടി, അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിൽ സ്വർഗത്തിലുള്ള പ്രതീക്ഷ. ഇതെല്ലാം ഖൽബ് കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളാണ്. നാവ് കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളാണ് ദിക്ർ, അതുപോലെ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ, ദുആകൾ, ദിക്റുകൾ, നന്മ ഉപദേശിക്കൽ, ദീൻ പഠിപ്പിക്കൽ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കൽ. ഇതെല്ലാം വാക്കുകൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന നല്ല വാക്കുകൾ പറയൽ, ഇതെല്ലാം നാവ് കൊണ്ടുള്ള ഇബാദത്തുകളാണ്. മറ്റവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ധാരാളം അമലുകൾ നമുക്കറിയാം. നമസ്കാരം, അതുപോലെ ഹജ്ജ്, ഇങ്ങനെയുള്ള അമലുകളുണ്ട്. ഇതിലേറ്റവും പ്രധാനമായത് ഖൽബ് കൊണ്ട് ചെയ്യുന്ന അമലുകളാണ്. അതിനാണ് ഏറ്റവും പ്രതിഫലമുള്ളത്. മാത്രമല്ല, മറ്റ് അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലം ഖൽബിലുള്ള അമലിൻ്റെ, ഖൽബിലുള്ള അള്ളാഹുവിനോടുള്ള ഹുബിൻ്റെയും പേടിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രതിഫലം വർദ്ധിക്കും. അള്ളാഹുവിനോട് അങ്ങേയറ്റം പേടിയോടുകൂടി, അല്ലെങ്കിൽ അള്ളാഹുവിനോട് അങ്ങേയറ്റം സ്നേഹത്തോടുകൂടി ചെയ്യുന്ന സദഖ, അങ്ങനെ ചെയ്യുന്ന നമസ്കാരം, അതിന് അതല്ലാത്ത അമലുകളെക്കാളും പ്രതിഫലം ഇരട്ടിയാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞത്, ഒരാൾ തൻ്റെ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടും, വലം യുക്തബ് ലഹു മിൻ സ്വലാത്തിഹി ഇല്ലാ ഉശ്റുഹ, അവൻ നമസ്കാരത്തിൽ 10 പ്രതിഫലമേ ഉള്ളൂ. ഔതുമുനുഹ 10-1, 9-1, 8-1, അങ്ങനെ പോയി പകുതി വരെ പറയുകയുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമസ്കാരം ഒരുപോലെയാണ്, ഒരേ നമസ്കാരമാണ്. മുസ്ലിമീങ്ങളെല്ലാവരും നമസ്കരിക്കുന്നത് ഒരേ നമസ്കാരമാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ചലനങ്ങൾ ഒരേ കാര്യങ്ങളാണ്. എങ്ങനെയാണ് പ്രതിഫലം വ്യത്യാസപ്പെടുന്നത്? അത് ആ അമൽ ചെയ്യുന്ന സമയത്ത് അവൻ്റെ മനസ്സിലുള്ള ഇബാദത്തുകൾ, ഖൽബ് കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിനോടുള്ള മഹബ്ബ, ഹുബ്ബ്, അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അതാണ് ഖൽബ് കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത്. എന്തുകൊണ്ടാണ്? ഖൽബ് കൊണ്ട് ചെയ്യുന്ന മറ്റ് ഇബാദത്തുകളുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ, ഇപ്പോൾ അള്ളാഹുവിനോടുള്ള പേടി എന്നത് അതിനൊരു പരിധിയുണ്ട്. സ്വർഗത്തിൽ പോയാൽ പിന്നെ അള്ളാഹുവിനോടുള്ള പേടിയില്ല, കാരണം ഇനി പേടിക്കാനൊന്നുമില്ല. സ്വർഗത്തിലെത്തിയ ഒരാൾ പിന്നെ ഒരിക്കലും സ്വർഗത്തിൽ നിന്ന് പുറത്താകുന്നില്ല, പിന്നെ എന്ത് പേടിക്കാനാണ്? അപ്പോൾ അള്ളാഹുവിനോടുള്ള പേടി അത് അവസാനിക്കും. അതുപോലെ സ്വർഗം കിട്ടുമെന്നുള്ള പ്രതീക്ഷ, അതും സ്വർഗം കിട്ടിക്കഴിഞ്ഞാൽ പൂർത്തിയായി. പിന്നെ നിലനിൽക്കുന്നത് എന്താണ്? അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അതിന് അവസാനമില്ല. അതുപോലെ അതിൻ്റെ അളവ് കൂടിയാലും പ്രശ്നമില്ല, പേടി കൂടാൻ പാടില്ല. പേടി കൂടിയാൽ എന്ത് സംഭവിക്കും? പേടി കൂടിയാൽ നിരാശ വരും. അല്ലാതെ റോഹില്ല, അള്ളാഹു നൽകുന്ന ആശ്വാസം, അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾക്ക് നൽകുന്ന പരിഹാരം, അതിനെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. വൻപാപമാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി പരിധി വിടുക എന്നുള്ളത് വൻപാപമാണ്. അതുപോലെ അള്ളാഹുവിനെക്കുറിച്ചുള്ള പ്രതീക്ഷ, അത് പരിധി വിട്ടാൽ എന്ത് സംഭവിക്കും? ഗുറൂർ, നമുക്ക് അഹങ്കാരമുണ്ടാകും, അള്ളാഹുവിനെ പേടിയില്ലാത്ത അവസ്ഥയുണ്ടാകും. അത് പാടില്ല. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ പറഞ്ഞത്, മൻ അബദ അല്ലാഹ ബിൽ ഖൗഫ്, ആരാണോ പേടി കൊണ്ട് മാത്രം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്, ഫഹുവ ഹറൂറി, അവൻ ഖവാരിജിൽ പെടും, ഖവാരിജികളുടെ മാർഗത്തിലെത്തും. കാരണം ഖവാരിജികളുടെ പ്രശ്നം എന്താണ്? പാപം ചെയ്താൽ കാഫിറാകും. അപ്പോൾ ഏത് തിന്മ ചെയ്താലും കാഫിറാകും. അപ്പോൾ അവർക്ക് പേടി കൂടുതലാണ്. വമൻ അബദ അല്ലാഹ ബിർറജ, പ്രതീക്ഷ കൊണ്ട് മാത്രം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ ഫഹുവ മുർജി, അവൻ മുർജി ആകും. എന്ത് പാപം ചെയ്താലും പ്രശ്നമല്ല, അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഹുബ്ബാണ് ഏറ്റവും മഹത്തായ
ഇബാദത്ത്, ഖൽബ് കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും മഹത്തായത്. ഇബാദത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അള്ളാഹുവിനോട് സ്നേഹം, ആ അർത്ഥത്തിൽ തന്നെ ഉണ്ട്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇബാദത്ത് എന്നാൽ അൽ മഹബ്ബത്തു മഅ്ദുൽ, വിനയത്തോടെ താഴ്മയോടെയുള്ള സ്നേഹം, അതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഭാഷയിൽ ഇബാദത്തിൻ്റെ അർത്ഥം ദുല്ല് എന്നാണ്, താഴ്മ എന്നാണ്. പക്ഷേ ശറഇൽ, ദീനിൽ സ്നേഹത്തോടു കൂടിയുള്ള താഴ്മ എന്നാണ് അർത്ഥം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഗായത്തുൽ ദുല്ലി മഅ ഗായത്തുൽ ഹുബ്, അങ്ങേയറ്റത്തെ താഴ്മയും അങ്ങേയറ്റത്തെ സ്നേഹവും, അതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആനിൽ ഒരു സ്ഥലത്തും അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുക എന്നൊരു കൽപ്പനയില്ല. അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുക എന്നുള്ളൊരു കൽപ്പന ഖുർആനിൽ എവിടെയുമില്ല. എന്താ കാരണം? കാരണം അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക, ഇബാദത്ത് ചെയ്യുക എന്നുള്ള കൽപ്പന ധാരാളമുണ്ട്. അപ്പോൾ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഹുബ്ബും താഴ്മയുമാണ്. അപ്പോൾ പിന്നെ ഹുബ്ബിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന കൽപ്പനയില്ലാത്തത്. അപ്പോൾ ഇബാദത്ത് എന്ന വാക്കിൽ തന്നെ അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ട്. അള്ളാഹുവിനോട് സ്നേഹമില്ലാതെ ഒരാൾ മുസ്ലിമാവുകയില്ല, നാളെ പരലോകത്ത് രക്ഷപ്പെടുകയില്ല. മുസ്ലിം ആകണമെങ്കിൽ അള്ളാഹുവിനോട് ഹുബ്ബുണ്ടാകണം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദീനിലേക്ക് ആളുകൾ ക്ഷണിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മക്കൾക്കും മറ്റുമൊക്കെ ദീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം. സാധാരണ അള്ളാഹിനെ കുറിച്ച് പേടിപ്പിക്കുകയാണ് ചെയ്യുക. അള്ളാഹിനെ പേടിക്കണം, അള്ളാഹിനെ പേടിക്കണം എന്നാണ് പറയാം. അള്ളാഹിനെ പേടിക്കണം, പക്ഷെ അതിനേക്കാൾ പ്രധാനം അള്ളാഹുവിനെ സ്നേഹിക്കണമെന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പേടിക്കേണ്ടവൻ മാത്രമായ ഒരാളല്ല. അള്ളാഹു തആല സ്നേഹിക്കേണ്ടവനാണ്, സ്നേഹിക്കപ്പെടേണ്ടവനാണ്. അതാണ് പ്രധാനം. അള്ളാഹുവിനെ സ്നേഹിക്കാതെ ഒരാൾ മുസ്ലിം ആവുകയില്ല. എന്താണ് ദലീൽ? അള്ളാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, മൻ യർതദ്ദ മിൻകും അൻ ദീനി, നിങ്ങൾ ആരെങ്കിലും മുർത്തദ്ദായാൽ, ഇസ്ലാം ഉപേക്ഷിച്ചു പോയാൽ, ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, അള്ളാഹു പകരം ഒരു കൗമിനെ കൊണ്ടുവരും. കാരണം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ്? അള്ളാഹ് ഇബാദത്ത് ചെയ്യാനാണ്. മുസ്ലിമായി ഈ ലോകത്ത് മനുഷ്യൻ ജീവിക്കാനാണ്. അപ്പോൾ മുർത്തദ്ദായി കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് മുസ്ലിങ്ങളില്ല. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, അള്ളാഹു മറ്റൊരു കൗമിനെ കൊണ്ടുവരും. എങ്ങനെയുള്ളവരാണ്? യുഹിബ്ബുഹും, അവൻ സ്നേഹിക്കുന്ന ആളുകളാണ്. ഓ യുഹിബ്ബൂനഹു, അവർ അവനെയും സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾ അള്ളാഹു ഉണ്ടാക്കും. എന്ത് മനസ്സിലാക്കാം? അപ്പോൾ മുർത്തദ്ദീങ്ങളെ ഒഴിവാക്കിയിട്ട് അള്ളാഹു അവനെ സ്നേഹിക്കുന്നവരെ കൊണ്ടുവരും. മുർത്തദ്ദീങ്ങളെ ഒഴിവാക്കിയിട്ട് മുസ്ലിമീങ്ങളെ കൊണ്ടുവരും എന്നല്ല പറഞ്ഞത്. മുർത്തദ്ദീങ്ങളെ ഒഴിവാക്കി അവനെ സ്നേഹിക്കുന്നവരെ കൊണ്ടുവരും. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാണ്. അതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിച്ചാലേ അവന് ഇസ്ലാമിൽ സ്ഥാനമുള്ളൂ. ഇനി ഈ സ്നേഹം, അള്ളാഹുവിനോടുള്ള മഹബത്ത് എന്ന് പറയുന്നത്, അത് ഒരേ അളവിലല്ല ഉണ്ടാവുക. പല ആളുകൾക്കും പല അളവിലായിരിക്കും അള്ളാഹുവിനോടുള്ള ഹുബ്ബ് എന്ന് പറയുന്നത്. പൂർണ്ണമായ ഈമാനുള്ള ആളുകൾ ഉണ്ടാകും, പൂർണ്ണമായ ഹുബ്ബ് അള്ളാഹുവിനോടുള്ള ആളുകളുണ്ടാകും. പൂർണ്ണമായ ഹുബ്ബുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ പാപങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല. വല്ലപ്പോഴും തെറ്റ് സംഭവിച്ചാൽ അവർ ഉടനെ തൗബ ചെയ്യും. ഒരു പാപത്തിൽ അവർ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. ഈ ഹുബ്ബ്, അള്ളാഹുവിനുള്ള സ്നേഹം കുറയുന്നതിനനുസരിച്ച് അവരുടെ ജീവിതത്തിൽ പാപങ്ങൾ കൂടിക്കൊണ്ടിരിക്കും, പുണ്യങ്ങൾ, നന്മകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി, എന്താണ് ഈ പറഞ്ഞതിന് തെളിവിതാണ്, ഈ ഹദീസാണ്. സലാസുൻ മൻ കുന്ന ഫീഹി, 3 കാര്യങ്ങൾ ആരിലുണ്ടോ, വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ, അവന് ഈമാനിൻ്റെ മധുരം അനുഭവിക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് ഈ 3 കാര്യങ്ങൾ? അതിൽ ഒന്നാമത് പറഞ്ഞത് അൻ യകൂന അല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ, അള്ളാഹും റസൂലും മറ്റെന്തിനേക്കാളും അവന് ഇഷ്ടമുള്ളതായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് ഈമാനിൻ്റെ മധുരം അനുഭവിക്കാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത്, നേരത്തെ പറഞ്ഞ ആയത്തിലുള്ളതുപോലെ മുസ്ലിം ആകാൻ വേണ്ട, നിർബന്ധമായിട്ടും അള്ളാഹിനെ സ്നേഹിച്ചാലേ മുസ്ലിം ആവുകയുള്ളൂ. അതിനെക്കുറിച്ചല്ല ഈ ഹദീസിൽ പറയുന്നത്. നേരത്തെ പറഞ്ഞത് മുഅ്മിനാകാൻ അള്ളാഹുവിനെ സ്നേഹിക്കണം. എത്ര സ്നേഹിക്കണം? ഒരു മിനിമം സ്നേഹം വേണം, എന്നാലേ മുസ്ലിമായി പരിഗണിക്കുകയുള്ളൂ. കാരണം മുർത്തദിന് പകരം കൊണ്ടുവരുന്ന ആൾക്കാരാണ് അള്ളാഹിനെ സ്നേഹിക്കുന്നവർ. അപ്പോൾ അവർ അള്ളാഹുവിനെ അടിസ്ഥാനപരമായ സ്നേഹം ഉള്ളവരാണ്. ഈ ഹദീസിൽ പറഞ്ഞത് ഈമാൻ്റെ മധുരം അനുഭവിക്കുന്നവരെ കുറിച്ചാണ്. എല്ലാ മുഅ്മിനീങ്ങളെ കുറിച്ചല്ല ഈ പറയുന്നത്. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈമാൻ, ഏറ്റവും കൂടുതൽ ഉയർന്ന സ്ഥാനമുള്ള ആളുകളെ കുറിച്ചാണ്. അവരുടെ പ്രത്യേകത എന്താണ്? അവർ അള്ളാഹുവിനെയും റസൂലിനെയുമാണ് മറ്റെന്തിനേക്കാളും സ്നേഹിക്കുക. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. പിന്നെ 2 കാര്യങ്ങൾ തുടർന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെയും റസൂലിനെയും മറ്റെന്തിനേക്കാളും സ്നേഹിക്കുക എന്നുള്ളതാണ്. ഈ ഹദീസ് നമ്മൾ കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ കുറച്ച് സമയം ചിന്തിച്ച് നോക്കണം ഈ ഹദീസിനെ കുറിച്ച്. മറ്റെന്തിനേക്കാളും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് എന്തായിരിക്കും? ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ച്, സ്വഭാവത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ചൊക്കെ മാറും. അല്ലെ, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഇഷ്ടമുള്ളതായിരിക്കില്ല, കുറച്ച് വളർന്നാൽ ഇഷ്ടമുണ്ടാകാം, കുറച്ചുകൂടി വളർന്നാൽ മറ്റെന്തെങ്കിലും ആയിരിക്കും. ചെറിയ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാകുന്നത് ഒരു കളിപ്പാട്ടായിരിക്കും. വേറെ ദുനിയാവിൽ കോടിക്കണക്കിന് രൂപ കൊടുത്താലും അവന് 10 രൂപയുടെ ചെറിയ കളിപ്പാട്ടം ചിലപ്പോൾ വിട്ടു കൊടുക്കില്ല. കാരണം അതിൻ്റെ വില അവനറിയില്ല. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ത്രീകളായിരിക്കും, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളായിരിക്കും അവന് ഇഷ്ടം. അതിനുവേണ്ടി ചിലപ്പോൾ അവൻ്റെ സമ്പത്തും ആരോഗ്യമൊക്കെ കളയും.
സ്വസ്ഥതകളെയും എന്തിനും തയ്യാറാകും, ആത്മഹത്യ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാലോ, കുറച്ചുകൂടി വളർന്ന് മക്കളായി, പ്രായമായി, അപ്പോൾ പിന്നെ അവൻ്റെ ഇഷ്ടം അവൻ്റെ മക്കളോടായിരിക്കും. അവൻ്റെ മക്കൾക്ക് വേണ്ടി അവൻ കുറച്ച് മുമ്പ് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നത് സ്ത്രീയായിരുന്നു. ആ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ടാകും, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ആ പെണ്ണിനെ ഭാര്യയെ ഇട്ടിട്ട് അവൻ മകന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ചിലപ്പോൾ വിദേശത്ത് പോയി അധ്വാനിക്കും. അവൻ്റെ സ്നേഹം മാറി, പിന്നെ മക്കളോടാണ് സ്നേഹം. കുറച്ചുകൂടി കഴിഞ്ഞാലോ ചിലപ്പോൾ വീണ്ടും മറ്റെന്തെങ്കിലും ആകും. ഇങ്ങനെ മനുഷ്യൻ്റെ അവസ്ഥക്കനുസരിച്ച് അവൻ്റെ ഹബ്ബ് മാറും. നമ്മുടെ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള കാര്യം എന്താണ്, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അതെന്താണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അതിനേക്കാളും അള്ളാഹു ആയിരിക്കണം ഇഷ്ടം. യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. അങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും? വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. ഈമാൻ്റെ മധുരം അവനറിയാൻ സാധിക്കും. മധുരം എന്ന് പറഞ്ഞാൽ എന്താ? രുചി അറിയാൻ സാധിക്കും. അപ്പോൾ മധുരമുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഇഷ്ടമുള്ളതാണ്. അത് മനുഷ്യന് ഉപേക്ഷിക്കുകയില്ല. അപ്പോൾ ഇബാദത്തുകൾ അവർക്ക് ഇഷ്ടമായിരിക്കും, അവർ സന്തോഷത്തോടെ ചെയ്യും. ഇബാദത്ത് ചെയ്യുക എന്നുള്ളതൊരു ഭാരമായിരിക്കില്ല. അതിനാരും പറയേണ്ടി വരില്ല, ആരും നിർബന്ധിക്കേണ്ടി വരികയില്ല. നന്മകൾ ചെയ്യാനായാലും തിന്മകൾ ഉപേക്ഷിക്കാനായാലും അത് അവനോട് ആരും പറയേണ്ടി വരില്ല. അത് അവൻ ആസ്വദിച്ച് ചെയ്യും, സന്തോഷത്തോടെ ചെയ്യും. അതാണ് നമ്മൾ നബിമാരുടെയും അവരുടെ അനുയായികളായ സിദ്ദീഖീങ്ങളുടെയും സാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും ഒക്കെ ജീവിതത്തിൽ കാണുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം യുവാവാണ്. ഫലമ്മ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വഇൽമ. അദ്ദേഹത്തിന് അള്ളാഹു ഇൽമ കൊടുത്തു, അദ്ദേഹം ആരോഗ്യവാനായ ഒരു യുവാവായി മാറിയപ്പോൾ. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ആ മിസ്രിലെ രാജ്ഞി, അദ്ദേഹം താമസിക്കുന്ന കൊട്ടാരത്തിലെ സ്ത്രീ വ്യഭിചാരത്തിന് ശ്രമിക്കുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞ വാക്ക്? ഖാല റബ്ബി സ്തിജ്നു അഹബ്ബു ഇലയ്യ മിമ്മ യദ്ഉനനി ഇലൈഹി. ഇവർ മുന്നോട്ട് വെക്കുന്ന, ഒരു ആവശ്യപ്പെടുന്ന ഈ മാസിയത്ത്, അതിനേക്കാളും എനിക്കിഷ്ടം അസ്തിജിൻ, ജയിലാണ്. ഞാൻ ജയിലിൽ പോയി സഹിച്ചുകൊള്ളാം, ക്ഷമിച്ചുകൊള്ളാം എന്നല്ല അദ്ദേഹം പറയുന്നത്. ജയിലിൽ പോകുന്നതാണ് എനിക്കിഷ്ടമെന്നാണ് പറയുന്നത്. പിന്നെ നബിമാർ കളവ് പറയുമോ? ഒരിക്കലുമില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇഷ്ടം ജയിലിൽ പോകുന്നതാണ്. ജയിലിൽ പോവുക എന്നുള്ളത് അള്ളാഹുവിന് വേണ്ടി ആ സന്ദർഭത്തിലൊരു ഇബാദത്താണ്, അല്ലേ? വെറുതെ ജയിലിൽ പോകുന്നത് ഇബാദത്തല്ല. പക്ഷേ ഒരു മാഫിയത്തിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിൽ ജയിലിൽ പോവുക എന്നുള്ളത് കൂലി കിട്ടുന്ന കാര്യമാണ്. ഇപ്പോൾ ജയിലിൽ പോകുന്നത് എനിക്ക് ഇഷ്ടമാണെന്നാണ് പറയുന്നത്. റബ്ബി സ്തിജ്നു അഹബ്ബു ഇലയ്യ, എന്തിനേക്കാളും? ഈ തിന്മയേക്കാളും. ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണിത്. അദ്ദേഹം ഇത് തമാശയായിട്ടോ അല്ലെങ്കിൽ ഒരു അതിശയോക്തിയായിട്ടോ പറഞ്ഞതല്ല. അദ്ദേഹത്തിന് മനസ്സിലങ്ങനെ തോന്നി, ജയിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുപോലെ തന്നെ ധാരാളം സംഭവങ്ങൾ സഹാബത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്തതായി, അത് ജിഹാദ് ചെയ്യുന്ന സന്ദർഭത്തിൽ കാണുന്നതായ സംഭവങ്ങൾ, അല്ലെ മരിക്കാൻ വേണ്ടി അവർ തയ്യാറായി ജിഹാദിന് പുറപ്പെടുകയാണ്. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കുറച്ച് സമ്പത്ത് കൊടുത്തു, കുറച്ച് പണം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിനു വേണ്ടിയല്ല ഇസ്ലാം സ്വീകരിച്ചത്. ഒരു അമ്പ് വന്ന് എൻ്റെ ഇവിടെ തറച്ച് ഇതിലൂടെ പുറത്തു വരണം, അതിനുവേണ്ടിയാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഒരു യുദ്ധത്തിന് പുറപ്പെടുകയും അദ്ദേഹം അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് അതേ സ്ഥലത്ത് ഒരു അമ്പ് തറച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞു, മൻ സദഖ അല്ലാഹ സദഖഹുല്ലാഹ്. ആരാണോ അള്ളാഹുവിനോട് സത്യസന്ധത കാണിക്കുന്നത് അവനോട് അള്ളാഹുവും സത്യസന്ധത കാണിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഈ ത്യാഗമൊക്കെ അവർ സഹിച്ചത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനോട് ഹബ്ബുള്ളത് കൊണ്ടാണ്. അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. മറ്റെന്തിനേക്കാളും സ്നേഹം അള്ളാഹുവിനോട് റസൂലിനോടുമാണ്. മറ്റെന്തിനേക്കാളും എന്ന് പറഞ്ഞാൽ അവരുടെ ജീവൻ അതിൽപ്പെട്ടു, ഈ ദുനിയാവിലെ ജീവിതം അതിൽപ്പെട്ടു. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. മുശ്രിക്കുകൾ കെട്ടിയിട്ടിരിക്കണം മക്കത്ത്. അദ്ദേഹം ഒരു ദൗത്യമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ഒരു ദൗത്യമായി പുറപ്പെട്ട് വഴിയിൽ വെച്ച് മുശ്രിക്കുകൾ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ കൊല്ലാൻ പോയപ്പോൾ അദ്ദേഹം 2 റക്അത്ത് നമസ്കരിച്ചപ്പോൾ നമസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറച്ചുകൂടി നീട്ടി നമസ്കരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മരിക്കുന്നത് പേടിച്ചിട്ടാണ് നമസ്കാരം നീട്ടിയത് എന്ന് പറയും, അതുകൊണ്ടാണ് ചുരുക്കിയത് എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടി അദ്ദേഹം ആ മരണം ഏറ്റുവാങ്ങി. എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അവരുടെ ജീവനേക്കാളും അവർ അള്ളാഹുവിനെ സ്നേഹിച്ചു. ഇതാണ് ഏറ്റവും ഉന്നതമായ അവസ്ഥ. അതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. നമുക്കിത് അനുഭവിക്കാൻ സാധിക്കും. നമ്മളൊക്കെ ഇത് കുറഞ്ഞ അളവിലൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും. നമ്മൾ ഈമാൻ കൂടുന്ന അവസ്ഥയിൽ നമുക്ക് ഇബാദത്തുകൾ ഭാരമായി തോന്നില്ല. ഇപ്പോൾ റമദാനിൽ നമുക്ക് തറാവീഹ് നമസ്കാരം ഒരു ഭാരമല്ല. നമ്മളിപ്പോൾ ഉംറക്കൊക്കെ പോയാൽ, ഹറമിൽ പോയാൽ അവിടെ ചിലപ്പോൾ മണിക്കൂറുകളോളം തഹജ്ജുദ് നമസ്കാരം ഉണ്ടാകും. അത് നമുക്കൊരു ഭാരമേ അല്ല. എന്തുകൊണ്ടാണ്? അവിടെ നമ്മുടെ മനസ്സിൽ
മാസിയത്തുകളില്ല, നല്ല ചിന്തകളേ ഉള്ളൂ, അള്ളാഹുവിനെ പേടിക്കുന്നുണ്ട്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ഇബാദത്തുകൾ ആസ്വാദകരമാണ്. നേരെ മറിച്ച് നമുക്ക് ഈമാൻ കുറഞ്ഞ അവസ്ഥയിലാണെങ്കിലോ, നമ്മൾ തെറ്റുകൾ ചെയ്യുന്ന അവസ്ഥയിലാണെങ്കിലോ നമുക്ക് ഫർള് തന്നെ നമസ്കരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ജമാഅത്തിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന അവസ്ഥയാണത്. ഇത് അള്ളാഹുവിനുള്ള ഹുബ്ബിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ്. ഓരോരുത്തരും അവരവരുടെ ഈമാനനുസരിച്ച് അവരവരുടെ അവസ്ഥക്കനുസരിച്ച് അള്ളാഹുവിനോടുള്ള ഹുബ്ബിൻ്റെ കാര്യത്തിൽ വ്യത്യസ്ത ദർജയിലായിരിക്കും. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് എത്ര വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അത്രയും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. അതെത്ര കണ്ട് ഉണ്ടാവുന്നോ അത്രയും നല്ലത്. എന്തുകൊണ്ടാണ്? അള്ളാഹുവിനോട് നമുക്ക് ഹുബ്ബുണ്ടായാൽ എന്താണ് ഗുണം? അള്ളാഹു നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കും. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹും. അള്ളാഹുവിനെ സ്നേഹിച്ചാൽ അള്ളാഹു അവരെയും സ്നേഹിക്കും. കാരണം രണ്ട് വിശേഷണങ്ങൾ ഒന്നിച്ചാണ് പറഞ്ഞത്. അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹു സ്നേഹിക്കുകയും ചെയ്യുന്നവരായ ആളുകൾ എന്നാണ് പറഞ്ഞത്. അതുപോലെ സൂറത്ത് ആല ഇമ്രാൻ അള്ളാഹു തആല പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ ഇത്തിബാ ചെയ്യുക, യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അപ്പോൾ അള്ളാഹു ഒരാളെ സ്നേഹിക്കുക എപ്പോഴാണ്? അള്ളാഹുവിനെ സ്നേഹിക്കുകയും ആ സ്നേഹം ഇത്തിബാ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ട് തെളിയിക്കുകയും ചെയ്താൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിച്ചാലുള്ള ഗുണം അവരെ അള്ളാഹു സ്നേഹിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ അള്ളാഹു സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? അല്ല, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച അള്ളാഹു തആല, ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും ഉടമയായവൻ, അവൻ ആണ് നമ്മെ സ്നേഹിക്കുന്നത്. മനുഷ്യരായ ആളുകൾ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കുറച്ച് അധികാരമുള്ള, പ്രശസ്തിയുള്ള, സമ്പത്തുള്ള ആരെങ്കിലും നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ മനസ്സിലെന്താണ് തോന്നുക? എന്ത് വികാരമാണ് ഉണ്ടാവുക? ഇവരെയൊക്കെ സൃഷ്ടിച്ചവനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നമ്മെ സ്നേഹിക്കും, നമ്മളവനെ സ്നേഹിച്ചാൽ. ഇതാണ് ഒന്നാമത്തെ ഗുണം. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവുക. ഇതാണ് അടുത്ത കാര്യം. അല്ലേ, നമ്മൾ നല്ല ആളുകളെ ഇഷ്ടപ്പെട്ടാൽ, മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ തന്നെ നല്ലവരെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടാകും. ഹുബ്ബ് എന്നുള്ളത്, സ്നേഹം എന്നുള്ളത് മനുഷ്യന് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അത് നല്ല ആളുകളെയാണെങ്കിൽ അതനുസരിച്ച് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുകയാണെങ്കിലോ അവരുടെ മനസ്സിൽ സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും. പാപങ്ങൾ ഉപേക്ഷിക്കാനുള്ള, അതുപോലെ പുണ്യങ്ങൾ ചെയ്യാനുള്ള വഴി അള്ളാഹുവിനോടുള്ള ഹുബ്ബാണ്. അല്ലെ, സാധാരണ നമ്മൾ പലരും പരാതി പറയാറുണ്ട്, എനിക്ക് ഈമാൻ വളരെ കുറവാണ്, അല്ലെങ്കിൽ മുമ്പത്തെ പോലെ അമലുകൾ ചെയ്യുന്നില്ല, മാസിയത്തുകൾ പെട്ടുപോകുന്നു. എല്ലാവരുടെയും അവസ്ഥയാണ്. ഇതിനുള്ള പരിഹാരം എന്താണ്? അള്ളാഹുവിനോടുള്ള ഹുബ്ബാണ്. അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ നമ്മളവനനുസരിക്കും. ഇത് നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ കാണുന്നതാണ്. ഒരാൾ മറ്റൊരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനനുസരിക്കും, അവനിഷ്ടമുള്ളത് ചെയ്യും. അപ്പോൾ നന്മ ചെയ്യാനുള്ള വഴി ഇതാണ്. അല്ല, പല കാര്യങ്ങളിലും നമ്മൾ പരാതി പറയാറുണ്ട്. നമസ്കാരത്തിൽ, ജമാഅത്തിൽ സ്ഥിരമായി പതിവായി പങ്കെടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങൾ, മാതാപിതാക്കൾ, മറ്റുള്ള ബന്ധുക്കൾ, രക്തബന്ധം, അതൊന്നും നമുക്ക് സ്ഥാപിക്കാനും കൊണ്ടു നടക്കാൻ കഴിയുന്നില്ല. അതിലൊക്കെ വീഴ്ചകൾ വരുന്നു. അതുപോലെ പല അമലുകളും ഖുർആൻ ഹിഫ്ളാക്കാൻ ശ്രമിക്കുന്നുണ്ട്, തുടരാൻ സാധിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ നിർത്തി. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനുള്ള ഹുബ്ബ് നമുക്ക് കുറവാണ്. അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ വീഴ്ച വരുത്തുകയില്ല. അത് നമുക്ക് മനുഷ്യർക്കിടയിലെ ബന്ധത്തിൽ നമുക്ക് കാണാം. ഇപ്പോൾ ഒരു ഉപ്പാനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന മകനാണെങ്കിൽ ആ ഉപ്പാൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും, അയാൾ പറയുന്നവനനുസരിക്കും. അതുപോലെ മക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മാതാപിതാക്കൾ നമുക്ക് കാണാം, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് അവർ അധ്വാനിക്കുന്നു. എന്തുകൊണ്ടാണ്? ആത്മാർത്ഥമായ സ്നേഹമുണ്ട്, മനസ്സിൽ തട്ടിയ സ്നേഹമുണ്ട്. ഒരിക്കലും പറയാറില്ല, ഞാൻ 2 കൊല്ലമായിട്ട് എൻ്റെ മോൻ്റെ കാര്യം മറന്നുപോയി, അല്ലെങ്കിൽ മകൻ്റെ വിദ്യാഭ്യാസവും ചികിത്സയും അവൻ്റെ ഭക്ഷണവും വസ്ത്രവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് മറക്കാറുണ്ട് എന്നാരും പറയാറില്ല. കാരണം എന്താ? മക്കളോട് മാതാപിതാക്കൾക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. അതാരും പഠിപ്പിക്കേണ്ടതില്ല. വിശുദ്ധ ഖുർആനിൽ മക്കളെ നിങ്ങൾ നോക്കണം എന്ന് പറയുന്നൊരു ആയത്ത് പോലും ഇല്ല. എന്തുകൊണ്ടാണ്? മനുഷ്യൻ അത് മറക്കുകയില്ല. മക്കളോടുള്ള സ്നേഹം അത് മനുഷ്യൻ്റെ ഫിത്രത്തിലുള്ളതാണ്. എല്ലാ മനുഷ്യരും സ്നേഹിക്കുന്നതാണ് സ്വന്തം മക്കളെ. അപ്പോൾ ഇങ്ങനെ മനുഷ്യരുടെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാവുന്ന കാര്യമാണ്. ഒരാൾ മറ്റൊരാളെ സ്നേഹിച്ചാൽ അവനനുസരിക്കും. അതുപോലെയാണ് അള്ളാഹുവിൻ്റെ കാര്യം. അള്ളാഹുവിനെ സ്നേഹിച്ചാൽ അള്ളാഹുവിനെ നമ്മൾ അനുസരിക്കും, പുണ്യങ്ങൾ ചെയ്യും, പാപങ്ങൾ നമ്മൾ ഉപേക്ഷിക്കും. ഇത് നമ്മൾ മറന്നുപോകും. മറന്നുപോകുന്നത് നമ്മൾ ഓർമ്മ പുതുക്കുക. വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഇത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഗുണങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇനി അള്ളാഹുവിനെ സ്നേഹിക്കാൻ എങ്ങനെ സാധിക്കും? എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുക? അതിനുള്ള വഴി എന്താണ്? അള്ളാഹുവിനുള്ള ഹുബ്ബ് നമ്മുടെ മനസ്സിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? അതിനൊന്നാമത്തെ മാർഗം, അള്ളാഹു തആല നമ്മെ എത്രമാത്രം പരിഗണിച്ചിട്ടുണ്ട്, നമുക്ക് അള്ളാഹു എന്തൊക്കെ
തന്നിട്ടുണ്ട് എന്ന് ഓർക്കുക. അല്ലാഹു തആല നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ വളരെ അത്ഭുതകരമായൊരു കാര്യം, അള്ളാഹു അവൻ്റെ അദൃശ്യ സൃഷ്ടികളായ മലക്കുകളെ മനുഷ്യന് വേണ്ടി പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അവരെ അള്ളാഹു തആല നമുക്ക് വേണ്ടി അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട്. അതിലൊരു മുഅ്മിൻ ചിന്തിക്കുമ്പോൾ അവൻ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ പോലെ തന്നെ വിശ്വസിക്കുന്നതാണ് അള്ളാഹു അറിയിച്ചു തന്ന അദൃശ്യ കാര്യങ്ങൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല, യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹു നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വലിയ അത്ഭുതമുള്ളൊരു കാര്യമാണ് ഒരു പ്രത്യേക സൃഷ്ടികൾ, അത്ഭുതകരമായ വലിയ പാപങ്ങൾ ചെയ്യാത്ത, അള്ളാഹുവിനെ ധിക്കരിക്കാത്ത മലക്കുകൾ എന്ന് പറയുന്ന സൃഷ്ടികളെ നമുക്ക് വേണ്ടി അള്ളാഹു തആല നിയോഗിച്ചിരിക്കുന്നു. അവരെ കൊണ്ട് പലതും നമുക്ക് വേണ്ടി ചെയ്യിപ്പിക്കുന്നു. എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, അള്ളാഹു തആല യുദ്ധങ്ങളിൽ മുഅ്മിനീങ്ങൾക്ക് സഹായികളായി മലക്കുകളെ അയച്ചിട്ടുണ്ട്. ഇസ്തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. 1000 മലക്കുകളെ പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തുണ്ടായതാണ്. ബദർ യുദ്ധത്തിൽ അള്ളാഹു തആല മലക്കുകളെ പറഞ്ഞയച്ചു. സഹാബത്തിൻ്റെ കൂടെ അവർ യുദ്ധം ചെയ്തു. അതുപോലെ അള്ളാഹു തആല മുഅ്മിനീങ്ങൾക്ക് തസ്ബീത്ത്, യുദ്ധങ്ങളുണ്ടായ സന്ദർഭങ്ങളിൽ, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിലും മുൻഗാമികളായ മുഅ്മിനീങ്ങൾക്കുണ്ടായ അനുഭവങ്ങളാണ്. അല്ലെ, മലക്കുകൾ അവരെ ഉറപ്പിച്ചു നിർത്തുന്ന തരത്തിൽ യുദ്ധത്തിൽ ഉറപ്പിച്ചു നിർത്തിയിട്ടുണ്ട്. ഇദ് യൂഹി റബ്ബുക ഇലൽ മലായികതി അന്നി മഅകും ഫസബ്ബിത്തുൽ ലദീന ആമനു. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് നിങ്ങൾ ധൈര്യം നൽകുക, അവരെ ഉറപ്പിച്ചു നിർത്തുക എന്ന് അള്ളാഹു തൻ്റെ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു തആല പറയുന്നത് കാണാം. അതുപോലെ തന്നെ നമുക്കറിയാം, ആദം നബി അലൈഹിസ്സലാം നമ്മുടെ ഉപ്പയാണ്, മനുഷ്യരുടെ ഉപ്പയാണ്, ഒന്നാമത്തെ മനുഷ്യനാണ്. അദ്ദേഹത്തിന് അള്ളാഹു മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചു. ഇത് മനുഷ്യനോട് അള്ളാഹു കാണിച്ചിട്ടുള്ള ഒരു ആദരവാണ്. അല്ലെ, ആദം നബി അലൈഹിസ്സലാമിന് മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചു. മരണസന്ദർഭത്തിൽ മലക്കുകൾ മുഅ്മിനീങ്ങൾക്ക് ആശ്വാസം നൽകും. മരണം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പേടിക്കുന്ന കാര്യമാണ്. മരണം ഒരു മുസീബത്താണ്. ഫഅസാബത്കും മുസീബത്തുൽ മൗത്ത് എന്നാണ് അല്ലാഹു തആല മരണത്തെക്കുറിച്ച് പറഞ്ഞത്. മരണം എന്ന് പറയുന്ന മുസീബത്ത് നിങ്ങളെ ബാധിച്ചാൽ, അപ്പോൾ എല്ലാവരും പേടിക്കുന്നതാണ് മരണം. ആ മരണത്തിൻ്റെ സന്ദർഭത്തിൽ ആളുകൾ ഒരേപോലെ ആയിരിക്കില്ല, ഓരോരുത്തരും ഓരോ രൂപത്തിലായിരിക്കും. ആശ്വാസത്തോടെ സന്തോഷത്തോടെ മരിക്കുന്നവരുണ്ടാകും, വേദനയോടെ വിഷമത്തോടെ പേടിയോടെ മരിക്കുന്നവരുണ്ടാകും. ആശ്വാസത്തോടെ മരിക്കുന്ന ആളുകളെക്കുറിച്ച്, അവർക്ക് ആശ്വാസം കിട്ടുന്ന ഒരു രൂപത്തെക്കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്, അല്ലദീന തതവഫാഹുമുൽ മലായിക തയ്യിബീൻ, നല്ലവരായിക്കൊണ്ട് നല്ല രൂപത്തിൽ പെരുമാറിക്കൊണ്ട് മലക്കുകൾ അവരുടെ ജീവനെടുക്കും, അവരുടെ റൂഹ് പിടിക്കും. യഖൂലൂന, ആ മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് ആശ്വാസം, സമാധാനം, സന്തോഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, സലാം പറഞ്ഞുകൊണ്ടായിരിക്കും മലക്കുകൾ അവരെ പിടികൂടുക. മറ്റൊരായത്തിൽ സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹു സുമ്മ ഇസ്തഖാമു, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുകയും സുമ്മ ഇസ്തഖാമു, പിന്നെ ഇസ്തിഖാമത്തോടെ നിലയുറപ്പിക്കുകയും ചെയ്ത ആളുകൾ. എന്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഈ ആയത്തിൻ്റെ അർത്ഥം സാധാരണ ആളുകൾ വിചാരിക്കുന്നത് പോലെയല്ല. അദ്ദേഹം മറ്റുള്ള സഹാബത്തിനോടും താബിഈങ്ങളോടുമായിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം? അവർ പറഞ്ഞു, സുമ്മ ഇസ്തഖാമു എന്ന് പറഞ്ഞാൽ റബ്ബുന അല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുകയും പിന്നീട് പാപങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തവരാണ്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല ഈ ആയത്തിൻ്റെ അർത്ഥം. ഈ ആയത്തിൻ്റെ അർത്ഥം സുമ്മ ഇസ്തഖാമു വലം യുശ്രികു ബിഹി ശൈഅ ഔ കമാ ഖാൽ റളിയല്ലാഹു അൻഹു, പിന്നീട് ശിർക്ക് ചെയ്യാതെ ഉറച്ചു നിൽക്കുകയും ചെയ്തവരെന്നാണ്. അപ്പോൾ ശിർക്ക് ചെയ്യാത്തവരെന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. റബ്ബുന അല്ലാഹ് എന്ന് പറഞ്ഞ് ആ പറഞ്ഞതിൽ ഉറച്ചു നിന്നവർ, ശിർക്ക് ചെയ്യാത്തവർ. അങ്ങനെയുള്ള മുവഹ്ഹിദീങ്ങളായ ആളുകളോട് അവർ മരിക്കാൻ കിടക്കുമ്പോൾ എന്ത് സംഭവിക്കും? തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരും. മലായികത്ത് ഒരു മലക്കല്ല, മലക്കുകൾ കൂട്ടമായി ഇറങ്ങി വരും. അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല. അല്ലെ, മരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ദുനിയാവ് വിട്ട് വേറെ ലോകത്തേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ എന്തൊക്കെയാണ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. വിശദമായി അള്ളാഹു റസൂലും പറഞ്ഞു തന്ന കാര്യങ്ങളെ അറിയുകയുള്ളൂ. അത് എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുക, നമുക്കപ്പോൾ എന്ത് തരത്തിലുള്ള അനുഭവമാണ് ഉണ്ടാവുക, അതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ ലോകത്തേക്ക്, നമുക്ക് പരിചയമില്ലാത്ത ലോകത്തേക്ക് പോകുമ്പോൾ ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. അല്ലെ, ഈ ദുനിയാവിൽ സുഖങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, ദുനിയാവിൽ നമ്മുടെ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു എന്ന വിഷമം നിങ്ങൾക്ക് വേണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന, നേരെ മറിച്ച് നിങ്ങൾ സന്തോഷത്തോടുകൂടി പോയിക്കൊള്ളുക. ബിൽ ജന്ന, സ്വർഗത്തിലേക്കാണ് പോകുന്നത് എന്ന സന്തോഷത്തോടുകൂടി പോയിക്കൊള്ളുക. അല്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗം.
നഹ്നു ഔലിയാഉക്കും ഫിദ് ദുനിയ നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾ നിങ്ങളുടെ ഔലിയാക്കളാണ്, സംരക്ഷകരാണ്, മിത്രങ്ങളാണ് എന്നവർ പറയും. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുന്ന ലോകത്തേക്കാണ്, സ്വർഗത്തിലേക്കാണ് എന്ന് പറഞ്ഞ് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടാണ്, അവരെ സ്വീകരിച്ചാനയിച്ചുകൊണ്ടാണ് മരിപ്പിക്കുന്നത്. അപ്പോൾ ഈ പണി ചെയ്യുന്നത് ആരാണ്? മലക്കുകളാണ്. അതിനുവേണ്ടി അള്ളാഹു മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി, ദുനിയാവിലുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അള്ളാഹു മലക്കുകളെ നിയമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഹഫളത്ത് എന്ന് പറയുന്ന അൽ മലായികത്തുൽ ഹഫള, സംരക്ഷകരായ മലക്കുകൾ. ലഹു മുഅഖിബാത്തുൻ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി, മനുഷ്യന് മുന്നിലും പിന്നിലും സംരക്ഷകരായ മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ലഹു മുഅഖിബാത്തുൻ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ സംരക്ഷിക്കാൻ വേണ്ടി. നമ്മൾ കാണാറുണ്ട്, ആക്സിഡൻ്റൊക്കെ ഉണ്ടായി, അപകടങ്ങളൊക്കെ ഉണ്ടായി, ചിലപ്പോൾ ആരോഗ്യമുള്ള ആൾ മരിച്ചിട്ടുണ്ടാകും, ദുർബലനായ രോഗിയായ അല്ലെങ്കിൽ ചെറിയ കുട്ടിയൊക്കെ ബാക്കിയായിട്ടുണ്ടാകും. നമ്മളതിൻ്റെ ഭൗതികമായ കാരണങ്ങളൊക്കെ പറയും, അതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അള്ളാഹു ഏൽപ്പിച്ച ഈ ഹഫളത്തിൻ്റെ മലായിക്കത്ത് അവരുടെ സംരക്ഷണവും ആയിരിക്കാം. അപ്പോൾ അള്ളാഹു തആല മനുഷ്യനെ സംരക്ഷിക്കാൻ, മുഅ്മിനീങ്ങളെ സംരക്ഷിക്കാൻ ഇങ്ങനെ മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വേണ്ടി അള്ളാഹു ചെയ്ത കാര്യങ്ങളാണ്. അല്ലെ, ഈ അദൃശ്യ സൃഷ്ടികളെ, പുണ്യം മാത്രം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ അടിമകളെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അള്ളാഹു തആല വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു. ഈ മലക്കുകളെ ഏൽപ്പിക്കുന്നത്, അവരെ ഇതിനു വേണ്ടി നിശ്ചയിക്കുന്നത്, ഇത് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് അള്ളാഹു തആല ചെയ്തിട്ടുള്ളത്. സാധാരണ എല്ലാ മനുഷ്യരുടെയും ഒരു സ്വഭാവമാണ് ഒരു ഉപകാരം ചെയ്തവനെ സ്നേഹിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടി അള്ളാഹു ചെയ്ത കാര്യങ്ങളാണിത്. രണ്ടാമത്തേത്, അള്ളാഹുവിനോട് സ്നേഹമുണ്ടാക്കുന്ന മറ്റൊരു കാര്യം, അള്ളാഹു തആല നമുക്ക് ഖൈർ ഉദ്ദേശിക്കുന്നവനാണ്. മനുഷ്യരായ നമുക്ക്, മുഅ്മിനീങ്ങളായ നമുക്ക്, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്ക് ഖൈറുണ്ടാകണം എന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഷർറുണ്ടാകണം എന്നല്ല. അള്ളാഹു തആല പറഞ്ഞു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, നിങ്ങൾക്ക് എളുപ്പമുണ്ടാകണം എന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കും അൽ ഉസ്ർ, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകണം, ഞെരുക്കമുണ്ടാകണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ മറ്റൊരു ആയത്തിൽ അള്ളാഹു പറഞ്ഞു, യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹ്ദിയക്കും സുനനല്ലദീന മിൻ ഖബ്ലിക്കും വയതൂബ അലൈക്കും, അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സന്മാർഗം വിശദീകരിച്ചു തരണം, വയതൂബ അലൈക്കും, പാപങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണം, തൗബ ചെയ്യാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകണം എന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കി തരണം, ആശ്വാസമുണ്ടാക്കി തരണം എന്നാണ് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത്. മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജ്, നിങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാകരുത് എന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വലാകിൻ യുരീദു ലിയുതഹിറക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളെ ശുദ്ധീകരിക്കണമെന്നാണ്. വലിയുതിമ്മ നിഅമതഹു അലൈക്കും, അവൻ്റെ അനുഗ്രഹങ്ങൾ പൂർത്തിയാക്കി തരണമെന്നാണ്. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും അർ-റിജ്സ്, പാപങ്ങളുടെ മാലിന്യങ്ങൾ നിങ്ങളിൽ നിന്ന് അകറ്റിത്തരണമെന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു നിലക്കും നമുക്ക് ഷർറുണ്ടാകണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല, ഖൈറുണ്ടാകാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഖൈർ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാൾ, ഉദ്ദേശിക്കുന്ന ഒരാൾ, അങ്ങനെ ഉള്ള ഒരാൾ നമ്മൾ സ്നേഹിക്കുമോ ഇല്ലേ? തീർച്ചയായും സ്നേഹിക്കും. മനുഷ്യരുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും, എത്ര ഉണ്ടാവും? നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അവൻ നമുക്ക് ഖൈർ ഉദ്ദേശിക്കും ഒരു പരിധിവരെ, പക്ഷെ ഒരു പരിധിവരെ ഉദ്ദേശിക്കുള്ളൂ. അവനും നമുക്കും രണ്ടുപേർക്കും ഒരുപോലെ ആവശ്യമുള്ള, ആഗ്രഹമുള്ള ഒരു കാര്യം, അത് രണ്ടിലൊരാൾക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? അവൻ അവൻ്റെ കാര്യം തന്നെയായിരിക്കും നോക്കുന്നത്. അങ്ങനെ അല്ലാത്ത ഒരു സുഹൃത്തോ ഒരു ബന്ധുവോ നമുക്കുണ്ടാകുക വളരെ അപൂർവമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അവരെ സ്നേഹിക്കും. എന്നാൽ അള്ളാഹു തആല അവൻ നമുക്കെല്ലാ വിധത്തിലുള്ള ഖൈറും ഉണ്ടാകണം എന്നുദ്ദേശിക്കുന്നവനാണ്. അതുപോലെ മറ്റൊരു കാരണം അള്ളാഹുവിനെ സ്നേഹിക്കാൻ, മൂന്നാമത്തെ കാരണം, അള്ളാഹുവിനോട് നമുക്കുള്ള കാരുണ്യം ഓർക്കുക, നമ്മോടുള്ള റഹ്മത്ത് ഓർക്കുക. അള്ളാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാകുന്നു, നമ്മോട് റഹ്മത്തുള്ളവനാകുന്നു. ഇപ്പോൾ റഹ്മത്തുള്ളവൻ, നമ്മോട് കാരുണ്യമുള്ളവൻ, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ സ്നേഹിക്കും. നമുക്ക് ഉമ്മമാരോട് കൂടുതൽ സ്നേഹം തോന്നാൻ കാരണം എന്താണ്? ഉപ്പമാരെക്കാളും മക്കളോട് കാരുണ്യം കാണിക്കുന്ന ഉമ്മമാരായിരിക്കും സാധാരണ. അതുകൊണ്ടാണ് ഉമ്മമാരോടുള്ള സ്നേഹം. അള്ളാഹുവിൻ്റെ ഈ കാരുണ്യം, അതിൻ്റെ അളവെത്രയാണ്? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അളവെത്രയാണ്? ഒരു ഹദീസിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്,
ഖാല അവിടുന്ന് അദ്ദേഹം പറഞ്ഞു ഖദിമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബിയുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ യുദ്ധത്തിൽ പിടികൂടിയ കുറേ അടിമ സ്ത്രീകളെ കൊണ്ടുവന്നു, അടിമകളെ കൊണ്ടുവന്നു. ഫഇദ ഇംറഅത്തു മിന സബി, ആ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ ഉണ്ട്, ഖദ് തഹ്ലുബു സദ്യഹ തസ്ഖി, അവളുടെ കുട്ടിക്ക് പാല് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പാല് വരുന്നില്ല, അങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞ് പാലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കുട്ടിക്ക് വേണ്ടി. ഇദാ വജദത് സബിയ്യൻ ഫി സബി അഖദത്ഹു ഫഅൽസഖത്ഹു ബിബത്നിഹ വഅർദഅത്ഹു, അവൾ ഓരോ കുട്ടികൾക്കായി മാറി മാറി പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടിയെ കണ്ടാൽ ഈ സ്ത്രീകളെയും കുട്ടികളൊക്കെ കൂട്ടി നിർത്തിയിരിക്കുകയാണ് ഒരു സ്ഥലത്ത്. ആ കൂട്ടത്തിൽ ഒരു ചെറിയ കുട്ടിയെ കണ്ടാൽ അവരെടുത്ത് പാല് കൊടുക്കും. വളരെ ചെറിയ കുട്ടിയാണ്, അപ്പോൾ തിരിച്ചറിയാൻ പോലും പറ്റാത്ത അത്രയും പ്രായത്തിലുള്ള ചെറിയ കുട്ടിയായിരിക്കും. അപ്പോൾ ഏതാണ് തൻ്റെ കുട്ടിയെന്നറിയാതെ ഓരോ കുട്ടികൾക്കും എടുത്ത് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫഖാല ലന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, അതുറൗന, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഹാദിഹി താരിഹത്തൻ വലദഹ ഫിന്നാർ, ഈ സ്ത്രീ തൻ്റെ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയും, തീ കത്തിച്ച് അതിലിട്ട് കത്തിച്ച് കളയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഖുൽനാ ലാ വഹിയ തഖ്ദിറു അലാ അല്ലാ തത്റഹ, അവൾക്ക് എറിയേണ്ട ഒരു നിർബന്ധാവസ്ഥ ഇല്ലെങ്കിൽ, ആരെങ്കിലും നിർബന്ധിച്ച് എറിയിപ്പിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും അവരങ്ങനെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ, ഈ പെൺകുട്ടിക്ക് തൻ്റെ ഈ സ്ത്രീക്ക് തൻ്റെ കുട്ടിയോട് എത്ര സ്നേഹമുണ്ടാകും, അതിനേക്കാളും തൻ്റെ അടിമയോട് സ്നേഹമുള്ളവനാണ് അള്ളാഹു. നിങ്ങൾ ആവശ്യം നോക്കുക, എത്രയായിരിക്കും ആ സ്നേഹം അല്ലേ? നമ്മുടെ ഉമ്മമാരുടെയൊക്കെ സ്നേഹം കാരുണ്യവും അതിനേക്കാളും കാരുണ്യമുള്ളവനാണ് അള്ളാഹു എന്നാണ് പറയുന്നത്. സ്നേഹമല്ല, കാരുണ്യം. അപ്പോൾ നമ്മുടെ ഉമ്മമാരുടെയൊക്കെ കാരുണ്യം നമുക്കറിയാം. ഏതൊരു ഉമ്മയും സ്വന്തം കുട്ടിയോട് അങ്ങേയറ്റത്ത് ഉള്ളവളായിരിക്കും. അതിനേക്കാൾ കാരുണ്യമുള്ളവനാണ് അള്ളാഹു തആല നമ്മോട്. ഇതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ അളവ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച സഹീഹായ ഹദീസാണിത്. മറ്റൊരു ഹദീസിൽ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചൊരു ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ജഅല അല്ലാഹു റഹ്മത 100 ജുസ്, അള്ളാഹു തആല കാരുണ്യത്തെ 100 ഭാഗമാക്കി. ഫഅംസക ഇൻദഹു 99 ജുസ്ആ, എന്നിട്ട് അതിൽ 99% ഭാഗവും അവൻ്റെ അടുക്കൽ എടുത്തു വെച്ചു. വഅൻസല ഫിൽ അർദി ജുസ്അൻ വാഹിദ, ഈ ഭൂമിയിലേക്ക് അതിൻ്റെ ഒരു ഭാഗം ഇറക്കുകയുണ്ടായി. ഫമിൻ ദാലിക്കൽ ജുസ്ഇ യതറാഹമുൽ ഖൽഖ്, ആ 1% സ്നേഹമാണ് എല്ലാ സൃഷ്ടികൾക്കും പരസ്പരം, ആ 1% കാരുണ്യമാണ് എല്ലാ സൃഷ്ടികളും പരസ്പരം കാണിക്കുന്നത്. ഈ ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ജീവികളും, ആദം നബി അലൈഹി സ്വലാം മുതലുള്ള മനുഷ്യന്മാർ, അതല്ലാത്ത ജീവികൾ, എല്ലാ ജീവികളും പരസ്പരം കാണിക്കുന്ന കാരുണ്യം അള്ളാഹു സൃഷ്ടിച്ച ഈ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ 100-1. ഇത് അള്ളാഹുവിൻ്റെ പൂർണ്ണമായ റഹ്മത്തല്ല ഈ 100 എന്ന് പറയുന്നത്. അള്ളാഹു സൃഷ്ടിച്ച റഹ്മത്താണ്. അള്ളാഹുവിൻ്റെ സിഫത്തായ റഹ്മത്തുണ്ട്, അത് വേറെ, അതിൻ്റെ അളവ് നമുക്കറിയില്ല. അള്ളാഹു സൃഷ്ടിച്ച കാരുണ്യം അതിൻ്റെ 100-1 ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത് എന്നാണ്. വഹത്താ തർഫഅൽ ഫറസു ഹാഫിറഹ അൻ വലദിഹ, ഒരു കുതിര അതിങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ കുട്ടി അതിൻ്റെ താഴെക്കൂടെ നടന്നു പോവുകയാണെങ്കിൽ, അതിൻ്റെ കാൽച്ചുവട്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ, ആ കുട്ടിയെ ചവിട്ടാതെ അത് കാല് പൊന്തിക്കുന്നത് അത് ഈ 1% ഭാഗമാണ്. അപ്പോൾ ഈ ദുനിയാവിൽ നടക്കുന്ന എല്ലാ കാരുണ്യവും എന്നർത്ഥം. ഒരു ജീവി അതിൻ്റെ കുട്ടിയോട് കാണിക്കുന്ന ആ പരിഗണന, അതടക്കമുള്ള എല്ലാവിധ ചലനങ്ങളും, കാരുണ്യത്തോടെയുള്ള ചലനങ്ങളും, അതൊക്കെ ഈ 1% ഭാഗമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഈ 2 ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം അള്ളാഹുവിൻ്റെ കാരുണ്യം എത്രയുണ്ടെന്ന്. ഇത്രത്തോളം കാരുണ്യമുള്ള ഒരുത്തനെ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കുക? അപ്പോൾ നമ്മുടെ ഉമ്മമാരെ നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാളും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കണമെന്നർത്ഥം. മറ്റൊരു കാരണം, 4-മത്തെ ഒരു കാരണം, അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന മറ്റൊരു കാര്യം, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ കുറിച്ച് ഓർക്കുക. നമ്മളെല്ലാവരും തെറ്റുകൾ സംഭവിക്കുന്നവരാണ്, കൂടുതലും കുറവുമായിട്ട് പല അളവിൽ പലതരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കുന്നവരുണ്ടാകും. അള്ളാഹു തആല നമുക്കൊക്കെ പുറത്തു തരട്ടെ. അങ്ങനെയുള്ള തെറ്റുകൾ, അതിന് പരിഹാരമുണ്ട്. എത്ര വലിയ തെറ്റാണെങ്കിലും അത് പൊറുക്കുന്നവനാണ് അള്ളാഹു തആല. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സിനോട്, സ്വന്തം ആത്മാവിനോട് ദുൽമു ചെയ്തവരായ എൻ്റെ അടിമകളെ എന്നാണ് അള്ളാഹു വിളിക്കുന്നത്. അപ്പോൾ ഈ വിളിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, എത്ര വലിയ പാപിയാണെങ്കിലും അവനെ അള്ളാഹു യാ ഇബാദി എന്നാണ് വിളിക്കുന്നത്, എൻ്റെ അടിമകളെ എന്നാണ്. അതുപോലെ പാപത്തെക്കുറിച്ച് അല്ലദീന ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സിനോട് തിന്മ ചെയ്തവർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന തിന്മ, അതുകൊണ്ടുള്ള നഷ്ടം നമുക്ക് മാത്രമാണ്, അള്ളാഹുവിന് അതുകൊണ്ട് യാതൊരു നഷ്ടവുമില്ല.
അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് അള്ളാഹുവിന് പറയാനുള്ളത് എന്താണ്? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. നമുക്കറിയാം ഒരു നിയമമുണ്ട്. എന്താണ്? ഖുർആനിലോ സുന്നത്തിലോ ഒരു കാര്യം അള്ളാഹുവും റസൂലും വിലക്കിയാൽ അതിൻ്റെ ഹുക്ം എന്താണ്? ഹറാം അല്ലെ? ലാ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞാൽ അത് ഹറാമാണ്. പിന്നെ മറ്റെന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ചിലപ്പോൾ കറാഹത്താവും. അടിസ്ഥാനം എന്താണ്? അത് ഹറാമാണെന്നുള്ളതാണ്. പിന്നെ ആ പ്രവൃത്തി ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചതോ അല്ലെങ്കിൽ സ്വന്തം ചെയ്തതോ ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് മക്രൂഹാണ് എന്ന് പറയും. അതല്ലെങ്കിൽ അത് ഹറാമാണ്. വലാ തഖ്നതു മിർ റഹ്മത്തില്ലാ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശ തോന്നുന്നവർ സ്വന്തം പാപങ്ങളുടെ പേരിൽ, അതാണ് ആയത്തിൽ പറയുന്നത് അല്ലേ? ചില ആളുകൾ ഈ ആയത്തിൻ്റെ ഈ ഒരു വാക്ക് മാത്രം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ എന്നുള്ള വാക്ക് മാത്രമാണ് ഓർക്കുക. അപ്പോൾ അവർ വിചാരിക്കുക എന്താണ്? വല്ല രോഗം ഉണ്ടായിട്ടോ ദാരിദ്ര്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ മക്കളില്ലാത്തതുകൊണ്ടോ അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന മുസീബത്തുകളിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശ വരുന്നതാണ് വൻപാപം. അതല്ല ഈ ആയത്തിൻ്റെ അർത്ഥം. ഈ ആയത്തിൻ്റെ അർത്ഥം പാപങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹുവിനോട് നിരാശ തോന്നുക. ഇത് അള്ളാഹു പുറത്തു തരികയില്ല എന്നുള്ള നിരാശ. അതാണ് ഈ ആയത്തിൽ ഒന്നാമത് ഉദ്ദേശിക്കുന്നത്. കാരണം ആയത്തിൽ തുടങ്ങിയത് എന്താണ്? ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, പാപികളെ വിളിച്ചിട്ടാണ് പറയുന്നത്, രോഗികളെ അല്ല, മറ്റെന്തെങ്കിലും മുസീബത്ത് ബാധിച്ചവരല്ല. യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ഒന്നോ രണ്ടോ പാപങ്ങളല്ല. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ധൂർത്ത്. അപ്പോൾ ധൂർത്തായിട്ട് പാപങ്ങൾ ചെയ്തവർ, അങ്ങനെയുള്ള ആളുകൾ, ഒരാൾ ധാരാളം പാപങ്ങൾ ചെയ്തു, നമുക്ക് സങ്കല്പിക്കാവുന്ന ഏറ്റവും വലിയ പാപം ചെയ്തു എന്ന് വിചാരിക്കുക. അവനോടാണ് അള്ളാഹു പറയുന്നത് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നീ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശനാകരുത്. നിരാശനായാൽ അത് വേറൊരു പാപം കൂടിയായി എന്നർത്ഥം. അള്ളാഹുവിനെ കുറിച്ച് നിരാശ വരിക എന്നുള്ളത്, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശ ഉണ്ടാകുക എന്നുള്ളത് വൻപാപമാണ്. ഈ ആയത്തിൽ പറഞ്ഞത് വൻപാപമാണ് എന്ന് സലഫുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശരാകരുത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ് അവൻ ഏത് പാപവും പുറത്തു തരിക എന്നുള്ളത്. ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഒരാൾ ഒരു ദിവസം 1000 പാപം ചെയ്ത് 1000 പ്രാവശ്യം തൗബ ചെയ്താൽ, ഒരു തെറ്റ് ചെയ്തു തൗബ ചെയ്തു, വീണ്ടും ചെയ്തു വീണ്ടും തൗബ ചെയ്തു, ഇങ്ങനെ ഒരു ദിവസം 1000 പ്രാവശ്യം ചെയ്താൽ 1000 പ്രാവശ്യം അള്ളാഹു സ്വീകരിക്കും. ഇതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത്. അപ്പോൾ അള്ളാഹുവിനോട് ഹുബ്ബുണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. അല്ലെ, നമ്മളൊരാളുടെ എത്ര പ്രാവശ്യം ക്ഷമിക്കും? ഒരാൾ നമ്മോട് ഒരു തെറ്റ് ചെയ്ത് അത് നമ്മൾ ക്ഷമിച്ചു എന്ന് വരാം, ചിലപ്പോൾ ക്ഷമിക്കും ചിലപ്പോൾ ക്ഷമിക്കില്ല. അത് വീണ്ടും ആവർത്തിച്ചു 2, 3, 4 എത്ര പ്രാവശ്യം സഹിക്കും? അല്ല 2 3 ഒക്കെ ആയിരിക്കും മാക്സിമം. 3 പ്രാവശ്യം ഞാൻ അവനോട് ക്ഷമിച്ചു, ഇനിയില്ല എന്നാണ് പറയാം. പക്ഷെ അള്ളാഹു തആല ഈ 1000 എന്നുള്ളത് ഇമാം നവവി വരെ ഏകദേശം ഒരു മുബാലഗത്തിന് വേണ്ടി, അല്ലെങ്കിൽ എന്താണ്, ധാരാളം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. 1000 എന്ന എണ്ണം ഉദ്ദേശിച്ചിട്ടല്ല. അത് 10,000 ആയാലും 1,00,000 ആയാലും അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം പിന്നെ ചെയ്യുന്നതിന് പരിധി ഉണ്ടല്ലോ. അപ്പോൾ അള്ളാഹു തആല എത്ര പാപങ്ങൾ ചെയ്താലും അത് പൊറുക്കും. ഈ കാര്യം ഓർത്താൽ നമുക്ക് അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടാകും. അതുപോലെ അള്ളാഹു തആല പറഞ്ഞു, വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ റഹ്മത്തിനെ കുറിച്ച് ആർക്കാണ് നിരാശ തോന്നുക? ഇല്ല ദ്ദാല്ലൂൻ, വഴിപിഴച്ചവർക്കല്ലാതെ. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശ തോന്നുന്നത് വൻപാപമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. കാരണം ദ്വാൽ എന്ന് പറഞ്ഞാൽ ചെറിയ പാപമൊന്നും ചെയ്തവനെ പറ്റി ദ്വാൽ എന്ന് പറയില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല അല്ലാഹു തബാറക വതആല, അല്ലാഹു തആല പറഞ്ഞു, യാ ഇബ്ന ആദം, മനുഷ്യ, ഇന്നക മാ ദഅൗതനി വറജൗതനി, നീ എത്ര കാലം എന്നോട് ദുആ ചെയ്യുകയും എന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടോ, ഗഫർതു ലക അലാ മാ കാന ഫീക്, നീ ചെയ്യുന്നതൊക്കെ ഞാൻ നിനക്ക് പുറത്തു തരും. പാപം പൊറുക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുന്നിടത്തോളം, ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് നീ പ്രതീക്ഷിക്കുന്നിടത്തോളം ഞാൻ നിനക്ക് പുറത്തു തന്നുകൊണ്ടേയിരിക്കും. വല ഉബാലി, ഞാൻ ഗൗനിക്കുകയില്ല, അഥവാ നീ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേയില്ല, ആ തെറ്റെന്താണ് എന്ന കാര്യം ഞാൻ നോക്കുകയില്ല എന്നർത്ഥം. യബ്ന ആദം, ആദമിൻ്റെ മകനെ, മനുഷ്യ, ലൗ ബലഗത് ദുനൂബുക അനാനസ്സമ, നീ ചെയ്യുന്ന പാപങ്ങൾ ആകാശം മുട്ടയുണ്ട്. അല്ലെ, ആ പാപങ്ങൾ എഴുതിയ രേഖ അടുക്കി വെച്ചിട്ട് ആകാശം വരെ എത്തുന്നുണ്ട്. സുമ്മ ഇസ്തഗ്ഫർതനി, എന്നിട്ട് നീ ഇസ്തിഗ്ഫാർ ചെയ്താൽ, ഗഫർതു ലക വല ഉബാലി, ഞാൻ നിനക്ക് പുറത്തു തരും, നീ ചെയ്തത് എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കുകയില്ല. യബ്ന ആദം ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, ഈ ഭൂമി നിറക്കാൻ മാത്രം അത്രയും പാപങ്ങൾ ചെയ്തിട്ട് ആ പാപങ്ങളുമായി നീ മരിച്ചു, എന്നിട്ട് നീ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ, സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ഷൈഅ, ശിർക്ക് ചെയ്യാതെയാണ് നീ മരിക്കുന്നതെങ്കിൽ, ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, അത്രയും മഗ്ഫിറത്ത് ഞാൻ നിനക്ക് അങ്ങോട്ട് തരും.
അങ്ങനെ ഭൂമി നിറച്ച് പാപവുമായിട്ട് വന്നാൽ ഭൂമി നിറച്ച് മഗ്ഫിറത്ത് ഞാൻ നിനക്ക് തരും. ഇമാം തിർമിദി റഹിമഹുല്ലാ ഉദ്ദേശിച്ച ഹദീസാണ്. എന്ന് മാത്രമല്ല, തൗബ ചെയ്ത ആളുകളെക്കുറിച്ച്, ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ആളുകളെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? വല്ലദീന ലാ യദ്ഉന മഅ അല്ലാഹി ഇലാഹൻ ആഖർ, ശിർക്ക് ചെയ്യാത്തവർ, വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി മനുഷ്യനെ വധിക്കാത്തവർ, വലാ യസ്നൂൻ, വ്യഭിചരിക്കാത്തവർ, വമൻ യഫ്അൽ ദാലിക, ഇങ്ങനെയൊക്കെ ആയിരിക്കും അള്ളാഹുവിൻ്റെ അടിമകൾ ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ, ഈ പറഞ്ഞ കാര്യങ്ങൾ ശിർക്ക്, വ്യഭിചാരം, കൊലപാതകം, ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? യൽഖ അസാമ, അവൻ്റെ പാപത്തിൻ്റെ ഫലം അവൻ കണ്ടെത്തും, ശിക്ഷ അനുഭവിക്കേണ്ടി വരും. തുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ്റെ ശിക്ഷ ഇരട്ടിയാക്കി കൊടുക്കും. വയഖ്റുദു ഫീഹി മുഹാന, ആ പാപങ്ങളിൽ അവൻ നിന്ദ്യനായിക്കൊണ്ട് കഴിയേണ്ടി വരും. ഇല്ലാ മൻ താബ്, പശ്ചാത്തപിച്ചവരൊഴികെ, ഈ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്തവരൊഴികെ. വആമന വഅമില അമലൻ സാലിഹ, ഈമാൻ ഉൾക്കൊള്ളുകയും സാലിഹായ അമലുകൾ ചെയ്യുകയും ചെയ്തവരൊഴികെ. അങ്ങനെയുള്ളവർ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്നല്ല പറഞ്ഞത്, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവർ ചെയ്ത ആ പാപങ്ങൾ നന്മയാക്കി മാറ്റും. ഒരാൾ ഒരുപാട് തിന്മകൾ ചെയ്തു, അത് അവസാനിപ്പിച്ചു, തൗബ ചെയ്തു, സാലിഹായ അമലുകൾ ചെയ്യാൻ തുടങ്ങി, ഈമാനോടെ ജീവിക്കാൻ തീരുമാനിച്ചു. ആ കഴിഞ്ഞ പാപങ്ങൾ എത്രയുണ്ടോ അത്രയും നന്മകൾ അല്ലാഹു തആല അവന് രേഖപ്പെടുത്തും. അപ്പോൾ ഇത്രമാത്രം മഗ്ഫിറത്തുള്ള, ഇത്രമാത്രം നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ തയ്യാറുള്ള അള്ളാഹുവിനോട് തീർച്ചയായും നമുക്ക് ഹുബ്ബുണ്ടാകും, ഇക്കാര്യം നമ്മൾ ഓർത്താൽ. അതുപോലെ തന്നെ മറ്റൊരു വഴിയാണ് അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നമ്മുടെ മനസ്സിലുണ്ടാക്കാൻ. അല്ലാഹു തആല നമ്മുടെ അമലുകൾ സ്വീകരിച്ച് അതിന് പ്രതിഫലം നൽകുന്ന കാര്യം നമ്മൾ ഓർക്കുക. അല്ലെ, നമ്മൾ ചെയ്യുന്ന അമലുകൾ അത് അള്ളാഹുവിന് ആവശ്യമില്ല. നമ്മൾ ഇബാദത്ത് ചെയ്തിട്ട് അള്ളാഹ്ക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? അള്ളാഹുവിൻ്റെ ഖിന, അള്ളാഹുവിൻ്റെ ഐശ്വര്യം, അള്ളാഹുവിൻ്റെ മുൽക്ക്, അവൻ്റെ ആധിപത്യം അത് വർദ്ധിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. എന്നിട്ടും നമ്മൾ ചെയ്യുന്ന നിസ്സാരമായ അമലുകൾക്ക് അള്ളാഹു വലിയ പ്രതിഫലം തരുന്നു. അതിനെക്കുറിച്ച് ഓർക്കുക. വമൻ യഖ്തരിഫ് ഹസനതൻ, ആരാണോ ഒരു നന്മ ചെയ്യുന്നത്, നസിദ് ലഹു ഫീഹാ ഹുസ്ന, അവന് അതിൻ്റെ പ്രതിഫലം, അതിന് പകരം ഉള്ള നന്മ ധാരാളമായി വർദ്ധിപ്പിച്ച് നാം നൽകും. ഇന്നല്ലാഹ ഗഫൂറുൻ ഷക്കൂർ, അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനും ഷക്കൂർ, നന്ദി കാണിക്കുന്നവനുമാണ്. എന്താണ് ഗഫൂറുൻ ഷക്കൂർ എന്ന് പറയാൻ കാരണം? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒന്നുകിൽ പാപമായിരിക്കും അല്ലെങ്കിൽ പുണ്യമായിരിക്കും. പാപമാണെങ്കിൽ ഗഫൂർ, അത് പുറത്തു കൊടുക്കും. പുണ്യമാണെങ്കിൽ ഷക്കൂർ, നന്ദിയോടെ അത് സ്വീകരിക്കും, അതിന് പ്രതിഫലം നൽകും. അല്ലാഹു തആല ഷക്കൂറാണ്, നമ്മൾ ചെയ്യുന്ന നന്മകൾ സ്വീകരിക്കുന്നവനാണ്, അതിന് പ്രതിഫലം നൽകുന്നവനാണ്. ഇൻ തുഖ്രിദുല്ലാഹ ഖർദൻ ഹസനൻ, നിങ്ങൾ അള്ളാഹുവിന് കടം കൊടുത്താൽ, അല്ല അല്ലാഹു തആല ഉപയോഗിച്ച് വാക്ക് നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന് കടം കൊടുത്താൽ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന സദഖയെക്കുറിച്ച് ഖർദ് എന്നാണ് പറയുന്നത്, അള്ളാഹുവിന് കടം കൊടുക്കുക എന്നാണ് പറയുന്നത്. അള്ളാഹുവിന് ആവശ്യമുണ്ടായിട്ടാണോ? ഒരിക്കലുമല്ല. നമ്മളിപ്പോൾ ചെറിയ കുട്ടികളോട് ചിലപ്പോൾ പറയും, അവരോട് എൻ്റെ കയ്യിലുള്ള പൈസ എനിക്ക് കടമായിട്ട് കൊണ്ടാ എന്ന് പറയും. നമുക്ക് ആവശ്യമുണ്ടായിട്ടാണോ? അല്ല. വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മിൽ നിന്ന് കടമെന്ന് പറഞ്ഞ് വാങ്ങുന്നത് എന്തിനാണ്? നമ്മുടെ മനസ്സിൽ നമ്മുടെ സ്ഥാനം അള്ളാഹു ഉയർത്തുകയാണ്, നമുക്ക് നമ്മെ അള്ളാഹു പരിഗണിച്ചെന്ന് തോന്നിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അതിന് പ്രതിഫലം ഉണ്ടാകുമെന്ന് അള്ളാഹു ഉറപ്പിച്ചു തരികയാണ്. കടമാണെന്ന് പറയുമ്പോൾ തിരിച്ചു തരൽ ഉറപ്പാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു തരും, അതിന് പ്രതിഫലം നൽകും എന്നുറപ്പാണ്. യുദാഇഫു ലക്കും, അങ്ങനെ ചെയ്താൽ അള്ളാഹു ഇരട്ടിയായി നൽകും. വയഗ്ഫിർ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും. വല്ലാഹു ഷക്കൂറുൻ ഹലീം, അള്ളാഹു ഷക്കൂറാണ്, നന്ദിയുള്ളവനാണ്. ഹലീം, അവൻ ഹലീമാണ്. ഹലീം എന്ന് പറഞ്ഞാൽ കോപം വരുമ്പോൾ, ദേഷ്യമുണ്ടാകുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കാത്തവൻ, അതാണ് ഹലീം എന്ന് പറയുന്നത്. തനിക്ക് വെറുപ്പുള്ള, ദേഷ്യമുള്ള കാര്യം കാണുമ്പോഴും ആ വെറുപ്പിൻ്റെയും ദേഷ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാത്തവൻ, അതാണ് ഹലീം. ഇവിടെയും ഷക്കൂറുൻ ഹലീം എന്ന് അടുത്തടുത്ത് പറയാൻ കാരണം, നന്മകൾ ചെയ്യുന്നവരോട് അല്ലാഹു തആല ഷക്കൂർ, ആ നന്മകൾ സ്വീകരിച്ച് നന്ദിപൂർവ്വം പ്രതിഫലം നൽകും. പാപങ്ങൾ ചെയ്യുന്നവരോട് ഹലീം, ആ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. തൗബ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കും, അവരോട് ഹിൽമ് കാണിക്കും. അവരോടുള്ള ആ അള്ളാഹുവിൻ്റെ വെറുപ്പ്, പാപത്തോടും പാപികളോടും അള്ളാഹുവിനുള്ള വെറുപ്പ്, അതനുസരിച്ച് അവൻ അവരെ പിടികൂടണമെന്നില്ല. ഇക്കാര്യം ഓർക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ അമലും അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്, അത് നാളെ അവൻ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുന്നത് അള്ളാഹുവിനോട് നമ്മുടെ മനസ്സിൽ ഹുബ്ബുണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അവസരങ്ങളെക്കുറിച്ച് ഓർക്കുക. അല്ലെ, നമ്മൾ സാധാരണ ചിന്തിക്കാതെയാണ് അമൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ,
അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് അടുക്കാൻ, പുണ്യങ്ങൾ സമ്പാദിക്കാൻ നമുക്ക് പലതരത്തിലുള്ള വഴികൾ അവൻ സംവിധാനിച്ചിട്ടുണ്ട്. ദിവസം ചെയ്യേണ്ട ഇബാദത്തുകൾ, 5 നേരത്തെ നമസ്കാരം, ആഴ്ചയിൽ ചെയ്യാൻ വേണ്ടി ജുമുഅ, മാസത്തിൽ 3 ദിവസം നോമ്പ്, വർഷത്തിൽ റമദാൻ മാസം, ആയുസ്സിലൊരിക്കൽ ഹജ്ജ്, ഇങ്ങനെ പലതരത്തിൽ പല ഇനങ്ങളായിട്ടുള്ള ഇബാദത്തുകൾ അള്ളാഹു സംവിധാനിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ? നമുക്ക് പ്രതിഫലം, നന്മകൾ, പുണ്യങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി, നമ്മുടെ സ്ഥാനം ഉയരാൻ വേണ്ടി. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇബാദത്തുകൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അള്ളാഹു തആല നമ്മൾ വിട്ടിരുന്നെങ്കിലോ നമ്മൾ എന്താ ചെയ്യുക? നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ അള്ളാഹുവിനുള്ള താഴ്മ കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് താഴ്മയും വിനയവും ഒക്കെയാണെന്ന് തോന്നുന്ന പ്രവൃത്തികളൊക്കെ ചെയ്തു പോയിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എങ്ങനെ നമ്മൾ ഇബാദത്തുകൾ ചെയ്യും? പക്ഷെ അള്ളാഹു തആല ഇങ്ങനെ വ്യത്യസ്തമായ അമലുകൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചു. അത് ഒന്നും എടുക്കുമ്പോൾ നമുക്ക് അടുത്തത് ചെയ്യാൻ സാധിക്കും. നമസ്കാരം 5 നേരമാണ്. ഒരു നമസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അടുത്ത നമസ്കാരം. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് നമസ്കരിക്കാനുള്ള ഒരു ആവേശം നമ്മുടെ മനസ്സിലുണ്ടാകും, അതിനുള്ള ഉന്മേഷം നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പോഴാണ് അടുത്ത നമസ്കാരം വരുന്നത്. തുടർച്ചയായിട്ടാണെങ്കിലോ ഈ 5 വക്ത് നമസ്കാരം ഒരു ദിവസം തുടർച്ചയായി 17 വക്ത് നമസ്കരിക്കണമെന്നായിരുന്നെങ്കിലോ നമുക്ക് മടുപ്പ് വരും. അല്ലാഹു തആല വളരെ ആശ്വാസമുള്ള രൂപത്തിൽ, വളരെ സൗകര്യമുള്ള രൂപത്തിൽ, നമുക്ക് ഉന്മേഷത്തോടെ ചെയ്യാവുന്ന രൂപത്തിൽ ഇബാദത്തുകൾ സംവിധാനിച്ചു. ഇങ്ങനെ ഓരോ ഇബാദത്തുകൾക്കും വലിയ പ്രതിഫലവും അല്ലാഹു തആല ഒരുക്കി വെച്ചു. പ്രത്യേക സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും നമുക്ക് വരുന്ന നഷ്ടങ്ങൾ നികത്താനുള്ള അവസരങ്ങൾ നൽകി. റമദാൻ മാസത്തിൽ ലൈലത്തുൽ ഖദ്റുണ്ട്. ഒരു വർഷം നമുക്ക് സംഭവിച്ചിട്ടുള്ള വീഴ്ചകളൊക്കെ ആ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഒരു വർഷമല്ല, നമുക്ക് ആയുസ്സിൽ മുഴുവൻ സംഭവിച്ച കുറവുകൾ ആയുസ്സിൻ്റെ അവസാനം വരെ റമദാൻ മാസത്തിൽ നമുക്ക് വേണമെങ്കിൽ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അവസരങ്ങൾ അല്ലാഹു തആല നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട്, സംവിധാനിച്ചിട്ടുണ്ട്. ഇത് ഓർത്താൽ നമുക്ക് അല്ലാഹുവിനോട് ഹബ്ബുണ്ടാകും. നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന മറ്റൊരു കാര്യമാണ്, നമ്മെ അത് ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔലിയാക്കളെ, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിനോട് അടുക്കാൻ ശ്രമിക്കുന്ന ആളുകളെ അവരെ വെറുക്കുന്നവരോട്, അവരോട് ശത്രുത കാണിക്കുന്നവരോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗം, പ്രത്യേക വേഷമുള്ള, പ്രത്യേകം ചടങ്ങുകൾ ആചരിക്കുന്ന ഒരു കൂട്ടം ആളുകളല്ല. ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ? അല്ലദീന ആമനു വകാനു യത്തഖൂൻ, ഈമാനും തഖ്വയുമുള്ളവർ. ഓരോ മുസ്ലിമും അള്ളാഹുവിൻ്റെ വലിയാണ് എന്നാണ് ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. കാരണം എല്ലാ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും ഈമാനും തഖ്വയുമുള്ളവരാണ്. അളവിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം. അപ്പോൾ അതെത്ര കൂടുന്നോ അതനുസരിച്ച് ആ വലിയിൻ്റെ സ്ഥാനം കൂടും എന്ന് മാത്രം. എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹുവിൻ്റെ വലായത്ത്, അതിൻ്റെ അടിസ്ഥാനമുണ്ട്. അള്ളാഹുവിൻ്റെ വലിയായ ഒരാൾ, അവനോട് ആരാണോ ശത്രുത കാണിക്കുന്നത് അവനു വേണ്ടി അള്ളാഹു തആലയാണ് പ്രതികാരം ചെയ്യുക. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അള്ളാഹു പ്രതിരോധിക്കും. ഒരു ഹദീസിൽ അള്ളാഹു തആല പറഞ്ഞു, ഹദീസുൽ വലി എന്നറിയപ്പെടുന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖാൽ, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, മൻ ആദാ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ആരാണോ എൻ്റെ ഒരു വലിയനെ ഉപദ്രവിക്കുന്നത്, അവനോട് ശത്രുത കാണിക്കുന്നത്, ആദൻതുഹു ബിൽ ഹർബ്, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ അള്ളാഹുവിനോട് അടുത്താൽ, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ, നമ്മെ ഉപദ്രവിക്കുന്ന, നമ്മോട് ശത്രുത കാണിക്കുന്ന ആളുകളെ, അവരെ അള്ളാഹു നേരിടും. നമുക്ക് വേണ്ടി അള്ളാഹു തആല പ്രതിരോധിക്കും. ഇതെത്ര വലിയ നന്മയാണ്, അള്ളാഹുവിൻ്റെ എത്ര നല്ല ഒരു സിഫത്താണ്. നമുക്കിതുപോലെയുള്ള മനുഷ്യനായ ഒരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ, നമ്മെ ആരെങ്കിലും ഉപദ്രവിക്കാമെന്ന അവനുണ്ട്, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമ്മളവനെ എത്രമാത്രം സ്നേഹിക്കും. അള്ളാഹു തആലയാണ് പറയുന്നത്, മൻ ആദാ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അള്ളാഹുവിൻ്റെ ഈ പ്രതിരോധം, അള്ളാഹുവിൻ്റെ ഈ സംരക്ഷണം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഈമാൻ്റെ കുറവായിരിക്കും, തഖ്വയുടെ കുറവായിരിക്കും. അല്ലെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും. അപ്പോൾ അള്ളാഹുവിനോട് ഈ കാര്യം ഓർത്താൽ നമുക്കുള്ള സ്നേഹം വർദ്ധിക്കുക തന്നെ ചെയ്യും. ഇതുപോലെ ധാരാളം കാര്യങ്ങൾ ഖുർആനും സുന്നത്തും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു മാർഗം, വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗം, അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നമ്മുടെ മനസ്സിലുണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് തന്നെ ചോദിക്കുക. നമ്മുടെ ഏത് ആവശ്യവും നേടാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി, ഏറ്റവും നല്ല വഴി അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. വമൻ യുദബ്ബിറുൽ അംറ, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? അത് അള്ളാഹുവാണ്. അള്ളാഹു തആല, അവൻ്റെ കയ്യിലാണ് നമ്മുടെ ഖൽബ്. അവനോട് ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലുല്ലാഹ് അഫൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു,
أن النبي صلى الله عليه وسلم قال له اللهم إني أسألك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അള്ളാഹു അവിടുത്തോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, സൽ, നീ എന്നോട് ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ആ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്, അള്ളാഹുവേ, ഞാൻ നിന്നോട് നന്മകൾ ചെയ്യാൻ ഉള്ള തൗഫീഖ് ചോദിക്കുന്നു. വതർക്കൽ മുൻകറാത്ത്, പാപങ്ങൾ ഉപേക്ഷിക്കാനുള്ള ഭാഗ്യം, പാപങ്ങൾ ഉപേക്ഷിക്കാനുള്ള തൗഫീഖ് നിന്നോട് ചോദിക്കുന്നു. വഹുബ്ബൽ മസാക്കീൻ, സാധുക്കളോട് എൻ്റെ മനസ്സിൽ സ്നേഹമുണ്ടാകണമെന്ന് ഞാൻ നിന്നോട് ദുആ ചെയ്യുന്നു. വഅൻ തഗ്ഫിറ ലി വതർഹമനി, നീ എൻ്റെ പാപങ്ങൾ പുറത്തു തരണം, എന്നോട് റഹ്മത്ത് കാണിക്കണം എന്ന് ഞാൻ നിന്നോട് തേടുന്നു. വഇദാ അറദ്ത ഫിത്നതൻ ഫീ ഖൗമിൻ ഫതവഫനി ഗൈറ മഫ്തൂൻ, ഒരു ഖൗമിന് ഒരു ഫിത്ന ഉണ്ടാകാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ജീവിക്കുന്ന എൻ്റെ ചുറ്റുപാട് അവിടെ ഒരു ഫിത്ന, അവരുടെ ദീൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പോകുന്നുണ്ടെങ്കിൽ, ഫതവഫനി ഗൈറ മഫ്തൂൻ, ആ ഫിത്ന വരുന്നതിന് മുമ്പ് എന്നെ നീ മരിപ്പിക്കണം. അല്ലേ, ദീൻ നഷ്ടപ്പെടും എന്ന് പേടിച്ച് മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല. ദുന്യവിയായ മുസീബത്തുകൾ പേടിച്ചിട്ട് മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പാടില്ലാത്തത്. വിശ്വാസം വിലക്കിയിട്ടുള്ളത് അതാണ്. ലാ യദുഉന്ന അഹദുൻ ലാ യതമന്ന അഹദുകും അൽ മൗത ലിദുർരിൻ അസാബഹു, തന്നെ ബാധിച്ച ഒരു ദുർറ്, ഒരു പ്രയാസം, ദുന്യവിയായ പ്രയാസം, അതിൻ്റെ പേരിൽ ആരും മരണം ആഗ്രഹിക്കരുത് എന്നാണ് വിശ്വാസം പറഞ്ഞത്. ദീനിയായ പ്രശ്നങ്ങളുടെ പേരിൽ മരണം ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. അതിന് തെളിവാണ് ഈ ഹദീസ്. അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്ത കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുന്നു, അസ്അലുക ഹുബ്ബക, അള്ളാഹുവെ, നിന്നോട് ഞാൻ സ്നേഹം ചോദിക്കുന്നു, നിന്നോട് ഹുബ്ബുണ്ടാകാൻ ചോദിക്കുന്നു, എൻ്റെ മനസ്സിൽ നിന്നോടുള്ള ഹുബ്ബുണ്ടാക്കാൻ ദുആ ചെയ്യുന്നു. വഹുബ്ബ മൻ യുഹിബ്ബുക, നിന്നെ സ്നേഹിക്കുന്നവരോട് എൻ്റെ മനസ്സിൽ ഹുബ്ബുണ്ടാകണം എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. വഹുബ്ബ അമലിൻ യുഖർരിബു ഇലാ ഹുബ്ബിക, നിന്റെ സ്നേഹം കിട്ടാൻ കാരണമാകുന്ന അമലുകൾ, അതിനോട് എൻ്റെ മനസ്സിൽ ഹുബ്ബുണ്ടാകണം എന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പം അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരോടുള്ള സ്നേഹം, അള്ളാഹു നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കാൻ കാരണമാകുന്ന അമലുകൾ, അതെന്താണ് ആ അമലെന്ന് പറയുന്നത്? ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി, ഇത്തിബാഉ സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിന്തുടരുക, അതിനോട് നമുക്ക് ഹുബ്ബുണ്ടാകണം, സുന്നത്തിനോട് ഹുബ്ബുണ്ടാകണം. ഈ മൂന്ന് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി ഹദീസിൽ ചോദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്ന് പറഞ്ഞു, ഇന്നഹാ ഹഖ്ഖുൻ, ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് മുആദ് ബിൻ ജബലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ പ്രാർത്ഥന ഹഖാണ്, ഫദ്റുസൂഹ സുമ്മ തഅല്ലമൂഹ, ഈ പ്രാർത്ഥന നിങ്ങൾ പഠിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിനോട് ഇങ്ങനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. അള്ളാഹു തആല അവൻ വിചാരിച്ചാലേ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ മാറുകയുള്ളൂ, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയുള്ളൂ. അവസാനമായി അള്ളാഹുവിനോട് ഹുബ്ബുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു മാർഗ്ഗമാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നുള്ളത്, ദിക്ർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഏതൊരാളും താൻ സ്നേഹിക്കുന്നതിനെക്കുറിച്ച്, എന്തിനാണോ താൻ സ്നേഹിക്കുന്നത് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരാൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അയാൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അള്ളാഹുവിനെയാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ പറയും. അള്ളാഹുവിനെക്കുറിച്ച് പറയുന്ന വാക്കുകളാണ് ദിക്ർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിനെക്കുറിച്ച് ധാരാളം ഓർത്താൽ അവനോടുള്ള സ്നേഹവും നമ്മുടെ മനസ്സിലുണ്ടാകും. ഓരോ വ്യക്തിയും അവൻ എന്തിനാണോ സ്നേഹിക്കുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കും, എന്തിനെക്കുറിച്ചാണോ അവൻ സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് അവൻ്റെ മനസ്സിൽ സ്നേഹവും ഉണ്ടാകും. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് ധാരാളം സംസാരിക്കുക എന്നുള്ളത്, അതിൽ നമ്മൾ പറയുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇങ്ങനെയുള്ള ദിക്റുകൾ പെട്ടു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ പെട്ടു. അതുപോലെ അള്ളാഹുവിനെക്കുറിച്ച് സംസാരിക്കുന്നത്, അള്ളാഹുവിൻ്റെ നിഅമത്തുകളെക്കുറിച്ച് പരസ്പരം ഓർമ്മിപ്പിക്കുന്നത്, അതൊക്കെ അതിൽ പെട്ടു. അത് നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ സദസ്സുകളിലൊക്കെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുക, അള്ളാഹുവിൻ്റെ നിഅമത്തുകളെക്കുറിച്ച് പരസ്പരം ഓർമ്മിപ്പിക്കുക. നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ പലപ്പോഴും നമ്മുടെ ഈമാൻ കുറക്കുന്ന കാര്യങ്ങളായിരിക്കും. അതിന് പകരം ഈമാൻ കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. ഫഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹുവിൻ്റെ നിഅമത്തുകളെക്കുറിച്ച് പറയുക. അതുപോലെ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക. അതുപോലെ മുത്ലഖായ ദിക്റുകൾ, തസ്ബീഹ്, തഹ്മീദ്, തക്ബീർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തഹ്ലീൽ, ഇങ്ങനെയുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കും. ഓരോ സന്ദർഭത്തിലും പഠിപ്പിച്ചിട്ടുള്ള രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ, ഉറങ്ങുമ്പോഴുള്ള ദിക്ർ, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ദിക്റുകളും വർദ്ധിപ്പിക്കുന്നത് അള്ളാഹുവിനെക്കുറിച്ച് സ്നേഹമുണ്ടാകും. ഇതൊക്കെയാണ് റബ്ബിനോട് നമ്മുടെ മനസ്സിൽ സ്നേഹമുണ്ടാകാനുള്ള മാർഗ്ഗങ്ങൾ. ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. കാരണം തുടക്കത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് ഖൽബ് കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഇബാദത്ത്. മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന മറ്റേതൊരു ഇബാദത്തിൻ്റെയും പ്രതിഫലം ഈ കാര്യത്തിൻ്റെ, അള്ളാഹുവിനോടുള്ള ഹുബ്ബിൻ്റെ അളവിനനുസരിച്ച് അതിൻ്റെ പ്രതിഫലം കൂടുകയും കുറയുകയും ചെയ്യും.
എത്ര ഹബ്ബ് അള്ളാഹുവിനോടുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന മറ്റ് അമലുകളുടെയും പ്രതിഫലം വർദ്ധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അള്ളാഹുവിനെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്ന അവസ്ഥ നമ്മുടെ കൽബിന് അള്ളാഹു തആല ഉണ്ടാക്കി തരുമാറാകട്ടെ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.